സ്വന്തം സ്വഭാവം എന്തിനാ വിളിച്ചു പറയണത്? വെറുതെ ആളെ തയ്യാറാക്കി ചട്ടം കെട്ടിയിട്ട് മുഖാമുഖം നടത്തിയിട്ട് അത് മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കാൻ മൂപ്പര്. ഓതിയെന്ത് കൊണ്ടായില്ല, തെളിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പോകോളം തെളിഞ്ഞു നിങ്ങൾ സമ്മതിക്കോ? നിങ്ങളെ അന്നം മുടങ്ങണ വിഷയമല്ലത്. അപ്പൊ നിങ്ങൾ സമ്മതിക്കൂല. പക്ഷെ ഇത് കേൾക്കണവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ആ ഓതിയ ആയത്ത്, നമ്മുടെ വിഷയാവതരണത്തിൽ ഓതിയ ആയത്തും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ആരാധ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല. എന്നാ പിന്നെ റസൂലിന്റെ ആവശ്യമില്ലല്ലോ. അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. ആരാണ് നിങ്ങൾക്ക് ആകാശഭൂമിയിൽ നിന്ന് ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു ആണെന്ന് അവർ. ഇതൊക്കെ ഞങ്ങൾ വിഷയാവതരണത്തിൽ ഉദ്ധരിച്ച ആയത്തുകളാ. പിന്നെ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ പ്രാർത്ഥന മൂപ്പർക്ക് നിർവചനമില്ലാതെ മനസ്സിലാവുകയില്ല എന്നാണ്. നിർവചനമില്ലാതെ തന്നെ 1400 കൊല്ലം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. ഇന്നും സാധാരണക്കാർക്ക് വരെ മനസ്സിലാകും. അതിന് ഞാൻ സാധാരണ നിലക്കുള്ള ചില ഉദാഹരണങ്ങളും പറഞ്ഞു. അതിന് മൂപ്പർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മൂപ്പര് കുറേ വളരെ പ്രകോപനമായി. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? അതൊക്കെ മുഖാമുഖത്ത് പോരെ, ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ നമുക്ക് കൃത്യമായി വളരെ വ്യക്തമായി സംഗതികൾ സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ദുആ ഇസ്തിഗാസയുടെ പരിധിയിൽ വരുന്നതാണ്. വൈദ്യൻ ശേഖയെ രക്ഷിക്കണേ, മമ്പർത്ത തങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ, അജ്മീർ ഖോജാന്റെ രോഗം മാറ്റണേ, ഇത് ദുആ ഇബാദത്താകുന്ന ദുആ തന്നെയാണ്. അത് അള്ളാഹു ആണ് ഇലാഹ് എന്ന, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തീർത്തും എതിരാണ്. അത് ശിർക്കാണ്. ഒറ്റായത്തോതില്ല എന്നാ മൂപ്പര് പറഞ്ഞ് വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് ഞാൻ ഇക്കഴിഞ്ഞതിൽ ഓതി. അവർ അധികവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിർക്ക് വെച്ചുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതിന് റാജി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഫൽ മഅന അന്നഹും കാനൂ മുഖിറീന ബിവുജൂദിൽ ഇലാഹി ബിദലീലി ഖൗലിഹി വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർളി യഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ തീർത്തു പറയും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു, അംഗീകരിക്കുന്നവരായിരുന്നു. മുഖിറീന എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് എന്ന റിവായത്തും അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മുശ്രിക്കുകളുടെ തെൽബിയത്ത്, അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ അശുറ നോമ്പ് നോറ്റിരുന്നു, അവർ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയിരുന്നു. ഇതൊക്കെ ഹദീസിൽ തെളിഞ്ഞിട്ടുള്ള വിഷയമാണ്. ഹജ്ജിന്റെ തെൽബിയത്താണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. അപ്പൊ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം തെളിയിച്ചിട്ടുണ്ട്. സുന്നികൾ വിശ്വസിക്കുന്നതും മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നതും ഒരുപോലെയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കണം എന്നാണ്. സുന്നികളുടെ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നതുണ്ട്, ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവര് റസൂലിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ റസൂലിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്, മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ശിർക്ക് കലർന്നിരുന്നു. പിന്നെ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് തെളിയിക്കണം. ഒന്നും രണ്ടും കൊണ്ട്, ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രമാണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ മറുപടിയിൽ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ആരാധന പരിധിയിൽ വരുന്നതാണ്. മക്കാ മുശ്രിക്കുകൾ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചവൻ പരമാധികാരിയാണ്, ഭക്ഷണം നൽകുന്നവനാണ്, സൃഷ്ടാവാണ് എന്നെല്ലാം അവർ വിശ്വസിച്ചിരുന്നു എന്ന് ഖുർആൻ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ശിർക്ക് കലർന്നിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടെ മറുപടി ആയിട്ടുണ്ട്. പ്രാർത്ഥന എന്താണെന്ന് ഞാൻ അതിന് ഉദാഹരണവും പറഞ്ഞു തന്നു. ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദിക്കുകയാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ മക്കായിലെ മുശ്രിക്കുകളും ചെയ്തിരുന്നത്. അവർ ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടായിരുന്നു, നിങ്ങൾ മമ്പർത്ത തങ്ങളോടും ബദരീങ്ങളോടാണ്. ഈ ഒരു വ്യത്യാസമേ അതിലുള്ളൂ. അത് അവർ പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറയുന്നു, ഇവരൊന്നും റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, സമതാണെന്ന് വിശ്വസിക്കുന്നില്ല. അത് അവരും പറഞ്ഞിരുന്നു. അവർ വിശ്വസിക്കാൻ എന്താണ്? ഹൗലാ ശിഫാനോ, എന്റെ മുരീദിന് ഞാൻ ഷാഫി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഞങ്ങളെയും വിശ്വാസം. അതുപോലെ തന്നെ നമ്മളൊക്കെ വലിയ തെറ്റും കുറ്റവും സംഭവിക്കണമല്ലേ, നമുക്ക് എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് തുറക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ ഇവരോട് പറഞ്ഞിട്ട് അവർ അള്ളാഹിലേക്ക് എത്തിക്കുക. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവർക്ക് ഭാഗത്തെടുക്കുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഉണ്ടെന്ന് തന്നെ അവരുടെ വിശ്വാസം. അള്ളാഹിന്റെ അടുക്കൽ ശുപാർശക്കാരാണ് ഇവരെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സന്ദർഭത്തിൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മൗലവി സാഹിബ് തന്റെ ബാക്കിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം
ഇതുവരെയും പറഞ്ഞിരുന്നത് മക്കയിലെ മുശ്രിക്കുകളെക്കാളും കടുത്ത കുഫാറുകളാണ്, മുശ്രിക്കുകളാണ് സുന്നികൾ എന്നാണ്. നിങ്ങളെ പത്രമാണിത് സൽസബീൽ. നോക്കൂ നിങ്ങൾ, ഈ സൽസബീൽ 1974 ആഗസ്റ്റ് 20 ലക്കം 7. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാകുന്നു. അതിലേറെ വലിയ മുശ്രിക്കുകളാണ്. സൽസബീൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇപ്പൊ മൗലവി സാഹിബ് പറയുന്നത് എന്താണ്? എല്ലാ കാര്യത്തിലും ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഈ വാദപ്രതിവാദം തുടങ്ങി അല്പസമയമായപ്പോഴേക്ക് കുറെ സമ്മതിച്ചല്ലോ. കഴിയുമ്പോഴേക്ക് മുഴുവനും നിങ്ങൾ സമ്മതിക്കും. ഞങ്ങൾ മുശ്രിക്കല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സമ്മതിപ്പിക്കും. മൗലവി സാഹിബ് മക്കയിലെ പ്രാർത്ഥനയുടെ നിർവചനം എന്താന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓർക്കണം നിങ്ങൾ, എന്റെ ചോദ്യം അവശേഷിക്കുകയാണ്, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇബാദത്ത് എന്താണ് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താ? മുഹയ്യദ്ദീൻ ശേഖർ രക്ഷിക്കണമെന്ന് ഇബാദത്താണ്, ശിർക്കാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്താണ്, ഇബാദത്ത് എന്താണ് എന്നത് ഒരിക്കലും മറുപടി ആവുകയില്ല. മൗലവി സാഹിബ് പ്രാർത്ഥന എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല, ഇബാദത്ത് എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞ മറുപടി എന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ത് സ്ഥാപിക്കാൻ വേണ്ടി 2 വിശുദ്ധ ഖുർആനിക സൂക്തങ്ങളെ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തു. എന്താണത്? ഒന്നാമത്തേത് ഹൗലായി ശുഫാഉനാ ഇലല്ലാഹ്. അതിന്റെ മറുപടി നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. അത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു എന്ന പരമമായ ഒരു ദൈവം, ആ ദൈവത്തിലായിരുന്നു, ദൈവിക സഭയിലായിരുന്നു അവർ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല മൗലവി സാഹിബേ. എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ താടി വെച്ച് നീട്ടിയത് കൊണ്ട് കാര്യമായില്ല, താടിയിൽ കൈ വെച്ചത് കൊണ്ട് കാര്യമായില്ല സാഹിബേ. നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ എന്ന എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞത് ഏതാ? ദൈവിക സഭയിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ശിർക്ക് വെക്കുന്ന അള്ളാഹുലായിരുന്നു, ശരീക്കായ അള്ളാഹുലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ശരീക്കുള്ള അള്ളാഹുലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല. മുഹമ്മദ് നബി അങ്ങനെ ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടില്ല മൗലവി സാഹിബേ. നിങ്ങൾ ഇത് ഓർക്കണം. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് സമർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. സൂറത്തുർ റാദിലെ 5-ാമത്തെ സൂക്തം എന്താ പറഞ്ഞത്? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അവരാവട്ടെ, നോക്കൂ നിങ്ങൾ, എന്റെ വക ഞാൻ പറയുന്നില്ല, അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചവരാണ്, കാഫിറായവരാണ്, അവർ വിശ്വസിച്ചിട്ടില്ല. മൗലവി സാഹിബ് ശ്രദ്ധിക്കണം. കഫറ കുഫർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന അർത്ഥം. നിങ്ങളത് പഠിക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ നിങ്ങളുടെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയെങ്കിലും നോക്കിക്കൂടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, നോക്കൂ, അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അവിശ്വസിച്ചവർ തന്നെ വിശ്വാസം ഉണ്ട് എന്നല്ല, ഇല്ലാന്ന മൗലവി സാഹിബ്. നോക്കൂ നിങ്ങൾ, ഇനി മറ്റൊരായത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, വഹും യക്ഫുറൂന ബിർറഹ്മാൻ. അവർ റഹ്മാനായ റബ്ബിൽ അവർ നിഷ്കാഫിറായവരാണ്, അവിശ്വസിച്ചവരാണ്. ഞാൻ പറയുന്നതല്ല, മുഹമ്മദ് അമാനി മൗലവി തന്നെ പറയുന്നു. നിങ്ങളുടെ കേരള ജമിയത്തുൽ ഉലമ അല്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ പുറത്തിറക്കിയ ആ ഖുർആൻ പരിഭാഷ, അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മൗലവി വിശ്വസിക്കുക എന്നല്ല, വിശ്വാസം ഇല്ലാത്തവരുന്ന. നിങ്ങൾക്ക് മലയാളവും അറിയാതെ പോയല്ലോ എന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മൗലവി സാഹിബ്. ഇനി നിങ്ങൾ നോക്കൂ, കെ ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ. ആ ഖുർആൻ പരിഭാഷയിൽ അദ്ദേഹം പറയുന്നു, 252-ാമത്തെ പേജിൽ പറയുന്നു, അവർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരാകുന്നു. വിശ്വാസമില്ല എന്ന് മുജാഹിദുകളുടെ വലിയ നേതാക്കൾ വരെ പറയുന്നു. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ വലിയ പൂർവികരായ സ്ഥാപിച്ച നേതാക്കളൊന്നുമല്ലല്ലോ, പിന്നുള്ള നേതാക്കളാണല്ലോ. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ മലയാളമെങ്കിലും ഒന്ന് നോക്കണമേ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല എന്ന്
അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മുജാഹിദുകളുടെ രണ്ട് വലിയ നേതാക്കള് അമാനി മൗലവിയും കെ ഉമർ മൗലവിയും അവരതാ ഈ കാര്യം തുറന്നു പറയുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് നിരവധി ഖുർആനിക സൂക്തങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയില്ല. പ്രാർത്ഥന എന്താണ് എന്ന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രികൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, തെളിയിച്ചിട്ടില്ല.
സമ്മതിച്ചില്ലേ? പിന്നെ നിങ്ങളിപ്പോ യക്ഫുറൂന ബിർറഹ്മാൻ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നുണ സ്ഥാപിച്ചാൽ വൈരുദ്ധ്യം ഉണ്ടാകും. നുണ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വൈരുദ്ധ്യം ഉണ്ടാകും. ഇനി ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിഹിം, ദാ റാജിയ ഞാൻ വായിക്കുന്നത്. ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ ഇതുവരെ എന്റെ നാവുകൊണ്ട് പറയുന്നത് വഹാദാ യദുല്ലു അലാ അന്ന കുല്ലമൻ അൻകറൽ ബഅസ വൽ ഖിയാമത ഫഹുവ കാഫിറുൻ. പുനരുത്ഥാനത്തെ നിഷേധിച്ചാൽ, ഖിയാമത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. وإنما لزم من إنكار البعث الكفر بربهم من حيث إن إنكار البعث لا يتم إلا بإنكار القدرة والعلم والصدق എന്ന് പറഞ്ഞുകൊണ്ട് റാജിദ് വിശദീകരിക്കുകയാണ്. ബഅസിനെ നിഷേധിച്ചാൽ അത് റബ്ബിനെ നിഷേധിക്കുന്ന തുല്യമായി. പരലോകത്തെ നിഷേധിച്ചതുകൊണ്ട്, റസൂലിനെ നിഷേധിച്ചതുകൊണ്ട്, ഖുർആനെ നിഷേധിച്ചതുകൊണ്ട് അവർ റബ്ബിനെ നിഷേധിച്ചു എന്ന് പറയാമെന്ന് മുഫസ്സിറുകൾ പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പൊ റാജിയിൽ നിന്ന് ഞാനത് വായിച്ചു. അതുകൊണ്ട് ആജാതി മുഖാമുഖത്തിലെ ബോംബൊന്നും ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, അതൊന്നും ഇവിടെ പൊട്ടൂല. ആജാതി നനഞ്ഞ പടക്കൊന്നും ഇവിടെ പറയേണ്ടതില്ല. പിന്നെ ആസ്തിക്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളതിനുപ്പ് റാജി വായിച്ചു. ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ മക്കത്തുണ്ടായിരുന്നു. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ, കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഇന്നത്തെ നിരീശ്വരവാദികളെ പോലുള്ളൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് മുസ്ലിയാർ വായിക്കുന്നത്. ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ചു. വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി ഖുൽ മൻ യർസുഖുക്കും, ഇതൊക്കെ ഞാൻ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞു. അതിന് റാജി ഉദ്ധരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇബ്നു അസ്കലാനി ഉദ്ധരിച്ചു, ഇക്രിമയുടെ ഉദ്ധരിച്ചു, ഇബ്നു സൈദിന്റെ ഉദ്ധരിച്ചു, തബരിയുടെ ഉദ്ധരിച്ചു. ഒന്നിനും മറുപടിയില്ല മൂപ്പരെ സാധാരണ റെഡിമെയ്ഡ് പ്രസംഗം നടത്തിയിട്ട് മറുപടി എന്തായാലും മൂപ്പര് വിശദീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല എന്ന് പറയുകയാണ് മൂപ്പര് ചെയ്ത്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിടത്തുനിന്ന് പോയി യക്ഫുറൂന ബിർറഹ്മാൻ എന്നും പോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? ശിർക്ക് വെച്ചിരുന്നു. പക്ഷേ അതെന്താണ്? കുട്ടികളുള്ള അള്ളാഹുവാണ്, പെൺമക്കളുള്ള അള്ളാഹുവാണ്. ഏത് അള്ളാഹുവിലായാലും പരമാധികാരിയായ ഒരു അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും അതോടൊപ്പം മഹാന്മാർക്ക് അവർ ഇബാദത്തെടുക്കുകയും ചെയ്തു. അതാണ് ശിർക്ക്. നിങ്ങൾ ചെയ്യുന്ന ദുആ ഇബാദത്താണെന്ന് ആയത്ത് കൊണ്ട് ഞാൻ തെളിയിച്ചു. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഓതിയിട്ട് ഹദീസ് കൊണ്ട് ഞാൻ തെളിയിച്ചു. അദ്ദുആഉ അൽ ഇബാദ. മാത്രമല്ല നിങ്ങൾ ഇവിടെ ഇതുവരെ വാദിച്ച സമദിയ്യത്ത് 10 കൊല്ലാലെ ഈ നുണയും പറഞ്ഞ് നടക്കണേ. സമദിയ്യത്തും പറഞ്ഞിട്ട് മുൻകാവും ഇരുന്നപ്പോ തെളിയിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ചർച്ചകളിലൊന്നും സമദിയ്യത്ത് കൊണ്ടുവരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ സമദിയ്യത്തിന്റെ ആശാന്മാരെ തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തെളിയിക്കാൻ സാധിച്ചോ? സാധിക്കുകയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ മുജാഹിദുകളുടെ മുമ്പിൽ സമദിയ്യത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം കളവ് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. കളവ് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം സമദിയ്യത്ത്, നിങ്ങൾ ഈ പറഞ്ഞത് ഈ ഓലപ്പാമ്പുണ്ടല്ലോ, സമദിയ്യത്തിന്റെ ഓലപ്പാമ്പ്, അത് മുഖാമുഖം ഇരിക്കുമ്പോൾ നടക്കുകയില്ല, വാദപ്രതിവാദത്തിൽ നടക്കുകയില്ല. നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഖുർആൻ പരിചയപ്പെടുത്തേണ്ടി വന്നത് അവർക്ക് അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്കുള്ള വിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്. അബില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർളി. അങ്ങനെയാണ് തക്ബീറല്ലേ ജയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തെളിവ് കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. അബില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാരാണ്? അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ്? പരമാധികാരം ആർക്കാണ് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയും. അതോടൊപ്പം അവർ അവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവകാശമില്ല, നിങ്ങൾ ബഹുദൈവ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്, തൗഹീദ് നോമനെ പേരിട്ട് നിങ്ങൾ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് സാധാരണക്കാരെ യാക്കോബിനെ മുമ്പിൽ നിർത്തി പ്രകോപനമുണ്ടാക്കി പ്രസംഗിക്കാൻ സാധിക്കും. പക്ഷെ പണ്ഡിതന്മാരുടെ മുമ്പിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ അത് നടക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചാൽ അവർ മുഅ്മിനായില്ലേ? അതവരായിട്ടില്ലല്ലോ. അതേസമയം അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പരമാധികാരിയ. അതിനാണ് ഞാൻ ആയത്തോതിയത്. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ പങ്കുവെച്ചുകൊണ്ടാണ്. അവ പങ്കു ചേർത്തുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നു. വദാനമിൻ ഈമാനിഹിം, അത് ഈമാനിൽപ്പെട്ടതാണ് എന്ന് ഇക്രിമ പറഞ്ഞ് ഞാൻ ഉദ്ധരിച്ചു, ഇബ്നു സൈദ് പറഞ്ഞ് ഉദ്ധരിച്ചു. ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ സത്യം ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയും. പറയുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആര് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളത്? നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി തന്നെ ഇത് തെളിയിക്കാനുള്ള. അതുകൊണ്ട് 2:35 സ്റ്റാർട്ട് ചെയ്യാം. മുജാഹിദ് വിഭാഗം ചോദ്യം ചോദിക്കുകയും സുന്നി വിഭാഗം മറുപടി പറയുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ചോദ്യോത്തരത്തിൻ്റെ സന്ദർഭത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി കിട്ടിയിട്ടില്ല എന്ന കാര്യം ആദ്യമായി വ്യക്തമാക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കാരണം വിഷയം അവതരിപ്പിച്ച നമ്മുടെ സഹോദരൻ കാര്യമായും ഊന്നി നിന്നത് സമദീയത്തിലായിരുന്നു. പ്രസംഗത്തിൻ്റെ ആകത്തുക അതായിരുന്നു എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി.
അതായത് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സ്വമതീയത്ത് കൽപ്പിച്ചുകൊണ്ടാണ് അവരോട് പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് അത് ശിർക്കാണ്. ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാർക്ക് സ്വമതീയത്ത് കൽപ്പിക്കുന്നില്ല. അതായത് ഞങ്ങൾ വിളിച്ചു തേടുന്ന മുഹ്യദ്ദീൻ ശൈഖോ മമ്പരത്തെ തങ്ങളോ ബദരീങ്ങളോ സ്വമതാണെന്ന് വിശ്വസിക്കുന്നില്ല. സ്വമതായ അള്ളാഹുവിൽ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നിവിടെ പറഞ്ഞു. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ തന്നെയാണ് സ്വമതായി അംഗീകരിച്ചിരുന്നത്. കാരണം അള്ളാഹു അസ്വമത് എന്ന് മാരിഫയാക്കി പറഞ്ഞത് അതുകൊണ്ടാണ്. അതിന് ഞാൻ തഫ്സീറുകൾ ഉദ്ധരിച്ചു. മാത്രമല്ല അത് മഅലൂമല്ലിൽ അറബ് വലി അക്സരിൽ ഖൽഖി, അറബികൾക്കും സൃഷ്ടികളിൽ അധികം ആളുകൾക്കും അത് അറിയുന്നതായിരുന്നു എന്ന തഫ്സീറുകളും ഞാനിവിടെ വായിച്ചു. മാത്രമല്ല ഇങ്ങനെ സമതീയത്ത് കൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ തശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി എന്ന് നിങ്ങൾ തന്നെ വായിച്ച ആ ഇബാറത്തിന് എന്താ അർത്ഥമുണ്ട്? ആരാണ് ശഫാഅത്ത് ചെയ്യുക? സ്വന്തമായി കഴിവില്ലാത്തവൻ തന്നെക്കാൾ വലിയവരിൽ നിന്ന് അത് നേടിക്കൊടുക്കാൻ വേണ്ടി ആ ശുപാർശ നടത്തുക. അപ്പോൾ അവർക്കത് വിശ്വാസമുണ്ടായിരുന്നില്ല. അവരെ ആരാധ്യന്മാർക്ക് സമതീയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അവരെ ബിംബങ്ങൾ ഒരിക്കലും തന്നെ ഉപകാരമോ ഉപദ്രവമോ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്ന് അവർ സമ്മതിച്ചിരുന്നു എന്ന റാജിയുടെ ഇബാറത്തും ഞാനതിന് തെളിവായിട്ട് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പോൾ പൂർവ്വകാല മുഫസ്സിറുകളൊക്കെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വിശ്വാസം ഞങ്ങൾ പറഞ്ഞതാണ്. അതായത് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള വിശദമായ അർത്ഥത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിച്ച് അവർ മുസ്ലിങ്ങളാകുമായിരുന്നു. അതേസമയം ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. നിങ്ങളെ സൃഷ്ടിച്ച ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. ഭക്ഷണം നൽകുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അത് പറയുക മാത്രമല്ല യുഖിറൂന യഅതഖിദൂന അതുപോലെ തന്നെ യഅതരിഫൂന എന്നിങ്ങനെ മുഫസ്സിറുകൾ അതിനെക്കുറിച്ച് വിവരിച്ചതും ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയുകയുണ്ടായി. പിന്നെ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത് ഞാൻ ഓതി. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അത് വക്കാന മിൻ ഈമാനിഹിം എന്നത് ഇബ്നു സയ്യിദിൽ നിന്നും ഇക്രിമയിൽ നിന്നുമൊക്കെ ഞാനിവിടെ തൊബരിയിൽ നിന്നും എൻ്റെ റാസിയിൽ നിന്നും ഫത്തുൽ ബാൻ എന്നൊക്കെ വായിച്ചു. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി കിട്ടേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളിലും അവനോട് കടപിടിക്കുന്ന ഒരു തുല്യശക്തി വേറെയുണ്ടെന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതായി ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞൊരു ചോദ്യമാണ്. അതായത് ഇവിടെ പറഞ്ഞു പ്രാർത്ഥന, കക്കൂസ് പോകുമ്പോഴുള്ള പ്രാർത്ഥന, പുറത്തിരുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങനെ പല പ്രാർത്ഥനകളുണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം ഇബാദത്താകുന്ന പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇബാദത്തല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ട് എന്നാ. പ്രാർത്ഥന രണ്ട് വിധന്റെ ഇബാദത്താണ് അല്ലാത്തത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇബാദത്തല്ലാത്ത ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയിട്ടുണ്ടോ? അതിനൊരു ഉദാഹരണം തെളിവ് സഹിതം. അങ്ങനെ എന്താണ് ഇതിന്റെ തെളിവ്? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് അമ്പിയാക്കളോ ഇബാദത്തല്ലാത്ത ദുആ അല്ലാഹു അല്ലാത്തവരോട് നടത്തിയതിന് ഉദാഹരണം പറയണം. അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന വിഷയം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണല്ലോ, പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നബിയുടെ ജീവിതകാലത്ത് സഹാബികൾ പലരും നബിയിൽ നിന്ന് അകന്നു നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സദസ്സിലില്ലാതെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര പോയിട്ടും മറ്റുമൊക്കെ. അത്തരം സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിയേണ്ട പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു, പല മസലകളെ പറ്റിയും പല സംഗതികളെ പറ്റിയൊക്കെ. അങ്ങനെ വല്ല പ്രശ്നത്തിലും നബിയുടെ ജീവിതകാലത്ത് സഹാബികൾ ആരെങ്കിലും നബിയുടെ അസാന്നിധ്യത്തിൽ വെച്ച് നബിയെ വിളിച്ച് സഹായം തേടിയതായി നിങ്ങൾക്ക് സഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഇവിടെ ഞങ്ങൾ നടത്തുന്നത് ഒരിക്കലും ഇബാദത്തായ ദുആയല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇതിന് മാതൃക കാണിച്ചിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആരെങ്കിലും നബിയുടെ അസാന്നിധ്യത്തിൽ വെച്ച് വല്ല പ്രശ്നത്തിലും നബിയെ വിളിച്ച് സഹായം തേടിയതായി തെളിയിക്കാമോ? മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വളരെ സുഖമാണ്. പറഞ്ഞ മറുപടി മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. അപ്പുറത്തിരിക്കുന്ന ഗുരുവര്യനോട് വിനയപൂർവ്വം ഞാൻ പറയുന്നു, താങ്കൾ ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് വേണ്ടതുപോലെ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. പഠിക്കുന്ന കാലത്ത് അണ്ടി പെറുക്കുന്നവർക്ക് ഇത് വേണ്ടത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പല തവണ നമ്മുടെ വ്യവസ്ഥ പ്രകാരം, കരാറ് പ്രകാരം, ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനാണ് തെളിവായി ഉദ്ധരിക്കേണ്ടത് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നേരത്തെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം, കഴിഞ്ഞ തവണ 1 മണിക്കൂർ സമയം നിങ്ങൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്തായിരുന്നു? അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങളെ അള്ളാഹുവിനോട് എല്ലാ ഗുണങ്ങളിലും എല്ലാ വിശേഷണങ്ങളിലും സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചിരുന്നു എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിഷയാവതരണത്തിന്റെ ആകത്തുക എന്ന് മൗലവിയോട് പറഞ്ഞല്ലോ. വിഷയാവതരണം സുഹൃത്തെ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല. വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ എല്ലാ ഗുണങ്ങളിലും സ്വയം പര്യാപ്തത ആരോപിക്കണം എന്നില്ല. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണത്തിൽ സ്വയം പര്യാപ്തത ആരോപിച്ചാലും അവൻ മുശ്രിക്കാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരു ഗുണത്തിൽ മാത്രമല്ല 1-ലധികം ഗുണങ്ങളിൽ അവര് സ്വയം പര്യാപ്തത ആരോപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതും അതുപോലെ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒന്നാമതായി പറഞ്ഞു ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. 1 മണിക്കൂർ ആവർത്തിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ മറുപടിയും ആവർത്തിക്കുന്നു. ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ റബ്ബിനോട് നിങ്ങളാകുന്ന ദൈവങ്ങളെ, ബിംബങ്ങളെ, പ്രതിമകളെ ഞങ്ങൾ തുല്യപ്പെടുത്തി വിശ്വസിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അകപ്പെടാൻ കാരണമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിലപിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ തുല്യപ്പെടുത്തുക എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളെ എന്ന് പരാമർശിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും എന്നാണ് അർത്ഥം. എല്ലാ വിഷയത്തിലും നിങ്ങളെ ഞങ്ങൾ തുല്യപ്പെടുത്തുന്നു. അതാണ് ഭാഷാ പണ്ഡിതന്മാരും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇനി പോകട്ടെ, അത് തർക്ക വിഷയമാണെങ്കിൽ മൗലവി സാഹിബ് തന്നെ നേരത്തെ മറുപടിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ആരാധ്യതയുടെ കാര്യത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ ആ വസ്തുക്കളെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആരാധ്യത എന്ന ഗുണത്തിൽ സ്വയം പര്യാപ്തത മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ബഹുദൈവങ്ങൾക്ക് വെച്ചു കൊടുത്തിരുന്നു എന്ന് മൗലവി സാഹിബ് തന്നെ സമ്മതിച്ചു. ഞങ്ങൾക്കത് മതി, അത് മതി. ഞങ്ങൾ ഒരിക്കലും കേരളത്തിലോ ലോകത്തോ ഉള്ള സുന്നികൾ ആരാധ്യതയിലോ മറ്റേതെങ്കിലും ഗുണത്തിലോ അള്ളാഹുവിന് സ്വയം പര്യാപ്തത അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം പര്യാപ്തത വക വെച്ചു കൊടുക്കുന്നില്ല. ഏതെങ്കിലും മുഹിയുദ്ദീൻ ശൈഖിനോ അല്ലെങ്കിൽ റിഫായി ശൈഖിനോ അതുപോലെയുള്ള മഹാത്മാക്കൾക്കോ സ്വയം പര്യാപ്തതയോ സ്വമതീയത്തോ വകവെച്ചു കൊടുത്തുകൊണ്ട് അവരോട് ചോദിക്കുകയോ അർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിൽ മാത്രമേ അത് ശിർക്കാണെന്നും ഇബാദത്താണെന്നും പറയാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു ഇദ്നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ എന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നത് ഞാൻ തിരുത്തുന്നു. മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി ഞാനല്ല പറഞ്ഞത്, അള്ളാഹുവാണ്. അള്ളാഹുവാണ് നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ ഖുർആനിന്റെ ശത്രുക്കളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തന്നെയാണ്. അതുപോലെ അൽബത്ത എന്ന് പറയുന്ന തഫ്സീർ ഇവിടെ വായിക്കുകയുണ്ടായി. ഈ തഫ്സീർ റാസി വായിച്ചു. നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അത് കുട്ടിദൈവങ്ങളോട് കുട്ടിദൈവങ്ങൾക്കുള്ള കഴിവുകളെ പരാമർശിച്ചുകൊണ്ടാണ്. കുട്ടിദൈവങ്ങൾക്ക് അങ്ങനെ സ്വയം പര്യാപ്തത എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നില്ല എന്നവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതേ സമയത്ത് തശ്ഫോ ഇൻദല്ലാഹി എന്ന് പറയുന്നത് അവിടെ തന്നെ മൗലവി സാഹിബ് ഒരു കസർത്ത് നടത്തി. തശ്ഫോ ഇൻദല്ലാഹി എന്നടുത്ത് അള്ളാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചല്ല. അള്ളാഹു എന്ന് അവര് വിശ്വസിക്കുന്ന വലിയ ദൈവത്തിന് അവര് പേരിട്ടതായിരുന്നു. അത് ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിരിക്കും, നിങ്ങളുടെ അജ്ഞതയാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, നിങ്ങളുടെ ജഹാലത്താണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണത്. ഫമഅബൂദുഹുമുല്ലദീ അബദൂഹു ലൈസ ഹുവല്ലാഹ് ഫമഅബൂദുഹുമുല്ലദീ അബദൂഹു ലൈസ അല്ലാഹ് വഇൻ സമ്മൗ ബിഹി, അല്ലാഹ് എന്നവർ പേരിട്ടിട്ടുണ്ടെങ്കിലും ശരി അത് അല്ലാഹു ആയിരുന്നില്ല. അവരുടെ ആരാധ്യൻ അല്ലദീ അബദൂഹു, അവരാരാധിച്ചിരുന്ന ആരാധ്യൻ ലൈസഹു അല്ലാഹ്, അത് അല്ലാഹു ആയിരുന്നില്ല. ഒച്ച കൂടിയിട്ടൊന്നും ഉത്തരാവില്ല. 3 ചോദ്യമുണ്ട്, ഒരു ചോദ്യത്തും എന്നെ തൊട്ടിട്ടില്ല. ഇതിനുസഫീക്കും എന്നിടത്ത് ആരാധനയിൽ സ്വയം പര്യാപ്തതയുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു. ആ ജാതി ഇതൊക്കെ അവിടെ വെച്ചാൽ മതി. ഞാൻ സമ്മതിച്ചല്ല, ഞാൻ ആരാധനയിൽ അവരോട് സമപ്പെടുത്തി എന്നത് ടി.കെയുടെ പരിഭാഷയിൽ നിന്നും വായിച്ചു. അവിടെ സ്വയം പര്യാപ്തത ഞാൻ പറഞ്ഞിട്ടില്ല. സ്വയം പര്യാപ്തത എൻ്റെ മേൽ മുസ്ലിയാരെ വെറുതെ ചമച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനുസഫീക്കും എന്നതിൽ നിങ്ങൾ ബിംബങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ആരാധ്യന്മാരെ ആരാധനയുടെ കാര്യത്തിൽ സമപ്പെടുത്തിയ ടി.കെ. അബ്ദുൽ മോന്റെ പരിഭാഷ, പള്ളിദർശിലോന്ന ജലാലൈനിക്ക് ടി.കെ. നൽകിയ പരിഭാഷ ഞാൻ വായിച്ചു. ആരാധനയുടെ കാര്യത്തിൽ
എല്ലാ വിഷയത്തിലും എന്നില്ല. അവിടെ ആരാധനയുടെ കാര്യത്തിലെങ്കിലും സമ്മതിച്ചല്ലോ എന്നാ. സ്വയം പര്യാപ്തത ഞങ്ങൾ സമ്മതിച്ചിട്ടേ ഇല്ല, സ്വയം പര്യാപ്തത അവിടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം. നിങ്ങൾ കഴിഞ്ഞതിൽ 3-4 ചോദ്യം ചോദിച്ചപ്പോൾ 4നും ഞാൻ 5 മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതെ, ഇതാണ് നിങ്ങൾ ഇതേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇതല്ലാതെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല, ബഹളം കൂട്ടാനല്ലാതെ. ഞാൻ 2 ചോദ്യം തൊട്ടിട്ട് പോലുമില്ല. കക്കൂസ് പോകുമ്പോഴുള്ള ദുആ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, ഇതൊക്കെ ഇബാദത്താകുന്ന ദുആയാണ്. ഇബാദത്തല്ലാത്ത ദുആ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇബാദത്തല്ലാത്ത ദുആ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തല്ലാത്ത ദുആ അല്ലാഹു അല്ലാത്തവരോട് നടത്തിയിട്ടുണ്ടോ? അമ്പിയാക്കൾ നടത്തിയിട്ടുണ്ടോ? അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. പിന്നെ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ അസാന്നിധ്യത്തിൽ വെച്ച് പല സഹാബികൾക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ അവിടെ വെച്ചിട്ട് റസൂലിന്റെ സദസ്സിൽ വരാതെ അവിടുന്ന് റസൂലിനെ വിളിച്ച് തേടിയിട്ടുണ്ടോ? ആ 2 ചോദ്യങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ്. പിന്നെ തസ്ബീഹ് ഇൻദല്ലാഹ് എന്നതിനെ പറ്റി പറഞ്ഞു. തസ്ബീഹ് ഇൻദല്ലാഹ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ അല്ലല്ല, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലല്ല, വേറെ അല്ലയാണ്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്നുള്ളടത്തോ അവിടെ ഏതാ അല്ലാഹ്? മക്കാ മുശ്രിക്കുകൾ പറയുന്നു ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. അതേതാ അല്ലാഹ്? അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലല്ലാത്ത വേറല്ലേ? ഇവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന രൂപത്തിൽ വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങളും വിശ്വസിക്കണ്ടോ? അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം പലതും നിങ്ങൾക്കില്ലോ. ഇറങ്ങാൻ പറ്റാത്ത അല്ലാഹ്, കയറാൻ പറ്റാത്ത അല്ലാഹ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കണേ. അതുപോലെ മക്കാ മുശ്രിക്കുകൾക്കും അള്ളാഹിനെ വേണ്ടതുപോലെ മനസ്സിലായിരുന്നില്ല. അതാണ് ഇതിന്റെ സത്യം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ വ്യക്തമായി അവരെ പഠിപ്പിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ആരാധനയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത സമ്മതിച്ചു എന്നത് നിങ്ങളുടെ വക പറഞ്ഞതാണ്. അതിനെ ആവർത്തിക്കരുത്. ഞങ്ങളെ ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സ്വമതിയത്ത് കൽപ്പിച്ചു എന്ന് നിങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. ഞങ്ങൾ അതിവിടെ ആയത്തുകൾ ഉദ്ധരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു, തഫ്സീറുകൾ ഉദ്ധരിച്ചു, മുഹദ്ദിസുകൾ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചു. അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ തസ്ബീഹ് ഇൻദല്ലാഹി ബിഗൈരി, ആ ബിഗൈരിദിനെ തൻഫഉക്കും തദുറുക്കും വെച്ച് കെട്ടി പറഞ്ഞു നോക്കി, അത് വിട്ടില്ല. മഅ്തിറാഫിക്കും എന്ന ഇപ്പുറത്തുള്ള വാദം ലാ തൻഫഉ വലാ തദുറു അൽബത്ത, ഒട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ആരാധ്യന്മാര് ഔസാനികൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് റാസി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ശരിക്കും ഇവിടെ തെളിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യോത്തരം കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വെളിച്ചത്ത് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെ മുമ്പിൽ വരാൻ കഴിയില്ല, ഞങ്ങളെ മുമ്പിൽ വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ അങ്ങനെ ചെയ്യിക്കും, മുട്ടുമടക്കിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളെ ഇപ്പോ മുമ്പിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ആവർത്തിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയണം. കാരണം നമ്മൾ മുഖാമുഖം ഇരിക്കുകയാണല്ലോ. തെളിവുകൾ മാറ്റിരക്കുന്ന സന്ദർഭമാണിത്. ഒച്ചയിട്ട് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടതുണ്ട്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കേണ്ടതുണ്ട്. ഒന്നാം പ്രമാണമായ ഖുർആനും രണ്ടാം പ്രമാണമായ സ്വഹീഹായ ഹദീസുമാണ് എന്റെ 3 ചോദ്യത്തിലും എനിക്ക് തെളിവായി ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മെനക്കെടാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം തൊടാതെ വിട്ടതുകൊണ്ട് രക്ഷപ്പെടുകയില്ല. അത് പറഞ്ഞേ മതിയാവൂ. ഞങ്ങൾക്കതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഞങ്ങളുടെ സന്ദർഭത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ തന്നെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അദ്ദുആഉ വൽ ഇബാദ എന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് തെളിയിച്ചത് എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകളുടെ ഈമാനായിരുന്നു അതെന്ന് ഇക്രിമയുടെയും ഇബ്നു സയ്യിദിന്റെയും ഒക്കെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അത് വ്യക്തമായി ഞങ്ങൾക്ക് മറുപടി കിട്ടണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവി സാഹിബിന് പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പിന്തുണ കൊടുക്കണം, കുറച്ചും കൂടി പിന്തുണ അദ്ദേഹത്തിന് അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്തുണ കൊടുക്കണം. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ച് നേരത്തെയുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് മറുപടി പറഞ്ഞപ്പോ നിങ്ങളുടെ പരിഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി വായിച്ചത് ആരാധ്യതയിലാണ് അവർ സ്വയം പര്യാപ്തത ആരോപിച്ചത് എന്നാണ്. ആരാധ്യതയിലാണ് സ്വയം പര്യാപ്തത ആരോപിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഗുണത്തിൽ അവർ സ്വയം പര്യാപ്തത ആരോപിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ സുഹൃത്തെ എങ്ങനെയാണ് ആരാധ്യത ആവുക? അവർ അള്ളാഹുവിൽ സ്വയം പര്യാപ്തത ഈ വിഷയത്തിലെങ്കിലും അവർ ആരോപിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആരാധനയാവുക? അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു അല്ലാത്ത ശക്തികളെ
ആരാധ്യത എന്ന വിഷയത്തിൽ അവർ സ്വയം പര്യാപ്തത ആരോപിച്ചിട്ടുണ്ട്. അവർ മുശ്രിക്കുകളാണ്. പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാധ്യതയിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെ അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കി എന്ന് നിങ്ങളുടെ തൊള്ള കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് സമർത്ഥിക്കാൻ കഴിയണം. സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന സുന്നികൾ വിശ്വസിക്കുന്നവരെ പോലെയുള്ള അള്ളാഹുവാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ച അള്ളാഹുവിലായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന പള്ളയും ചന്തിയുമുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ആ അള്ളാഹു പെണ്ണ് കെട്ടിയിരുന്നു, ആ അള്ളാഹു കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന പള്ളയും ചന്തിയുമുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു, ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. മറ്റൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ചോദ്യം, അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല, മറുപടികൾ വരും. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. മഹാബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു കസീർ, അതുപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബീ ശൈബ തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും, ഒരുപാട് പണ്ഡിതന്മാർ, ഡസക്കണക്കിന് പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കവേ അസ്വാബൻ നാസ ഖഹതും ഫീ സമനി ഉമറ ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇസ്തസ്കി ലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചെന്ന് സഹായം ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിനോട് ചെന്ന് സഹായം ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നു. ഉമർ തങ്ങൾ അത് അറിഞ്ഞിട്ട് അത് ശിർക്കാണ്, മരിച്ചുപോയ നബിയോട് വെള്ളം ചോദിച്ചത് ശിർക്കായി പോയല്ലോ, നീ അൽമനാർ വായിച്ചിട്ടില്ലേ, വിചിന്തനം വായിച്ചിട്ടില്ലേ എന്നൊന്നും ഉമർ ഫാറൂഖ് ചോദിച്ചിട്ടില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ ചോദിച്ച സംഭവം പറഞ്ഞപ്പോ ആ സംഭവത്തെ അംഗീകരിക്കുകയും റസൂലുള്ള ഖബറിൽ നിന്ന് കൊടുത്ത നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ രേഖപ്പെടുത്തുന്നു. അല്ലാമ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് മരണപ്പെട്ടു പോയ റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീർ ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം വഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ഇത് സ്വഹീഹായ പരമ്പരയോടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീർ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ സഹിയായ സംഭവമാണെങ്കിലും അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ മൂന്നാമത്തെ ചോദ്യമായി പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് സഹായം ചോദിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, എല്ലാ ഷർറിനെ തൊട്ടും ഏത് വിധേനയുള്ള ഷർറുകളെ തൊട്ടും അള്ളാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ സഹായം ചോദിക്കുന്നു, അഭയം ചോദിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ വിശദീകരണമുണ്ട്, മറ്റു പണ്ഡിതന്മാരുടെ വിശദീകരണമുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹായാർത്ഥന, സ്വഹാബത്ത് ചോദിച്ച സഹായാർത്ഥന, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സഹായാർത്ഥന, റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത സഹായാർത്ഥന, അതൊക്കെയും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല. മറിച്ച് അള്ളാഹുവാണ് ഉടമസ്ഥൻ, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് ഏകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷെ അവർക്ക് മോചിതത്തുണ്ട്, കറാമത്തുണ്ട്. ആ മോചിതത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണ് ഇബ്നു കസീറിന്റെ വാചകത്തിൽ നിന്ന് തെളിയുന്നത്, അതുപോലുള്ള മറ്റ് പണ്ഡിതന്മാരുടെയും വാചകങ്ങളിൽ നിന്ന് തെളിയുന്നത്. പഠിച്ചു വെച്ച ഉത്തരം റെഡിമെയ്ഡ് ആയിട്ട് കാച്ചുക. ചോദ്യത്തിനാ മറുപടി അറിയാം. എന്റെ ചോദ്യം മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ വിളിച്ചോ നബി വിളിച്ചോ എന്നല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ വിദേശങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഒക്കെ പോയി നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല മസലകൾ അറിയേണ്ടത് വന്നിട്ടുണ്ട്. അപ്പൊ നബിയെ വിളിച്ച ചോദ്യം മൂപ്പര് മരിച്ചതിന് ശേഷമുള്ള അതാ പഠിച്ചു വെച്ച്. ആ റെഡിമെയ്ഡ് മറുപടിയായിട്ട് ഇങ്ങനെ നടക്കുക. റെഡിമെയ്ഡ് മറുപടിക്ക് റെഡിമെയ്ഡ് ചോദ്യം ഉണ്ടാക്കണ്ട, ചോദ്യത്തിനാ ഉത്തരം പറയാ. ഇത് മുഖാമുഖം ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്
നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്യ സ്ഥലങ്ങളിൽ വെച്ചിട്ട് നബിയെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ? അതാ എന്റെ ചോദ്യം. മരണത്തിന് രസം ഞങ്ങൾ വേറെ ചോദിക്കണ്ടേ? അത് ഞങ്ങൾക്ക് വേറെ ചോദിക്കുന്ന സമയത്ത് ആ പറഞ്ഞില് മരണത്തിന് ചോദിച്ചതുമില്ല, ഉമർ അംഗീകരിച്ചിട്ടില്ല, മുസന്നബിലും ഇല്ല, ഇബ്നു കസീറിലും ഇല്ല, ഉമർ അംഗീകരിച്ചു. ഇത്രേ ഏതോ റജുലൻ എന്തോ ചെയ്ത്, അത് നമ്മൾ ചോദ്യത്തിന്റെ വിഷയമല്ല. ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. പിന്നെ ഔദുബി കലിമാത്തിൽ അങ്ങനെ നബി തേടിയല്ല, നബി തേടി നിങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. പഠിച്ച ഉത്തരത്തിനനുസരിച്ച് ചോദ്യം മാറ്റുക. ആ റെഡിമെയ്ഡ് ഉത്തരം ഒന്നും ഇവിടെ നടക്കൂല. അതുകൊണ്ട് ഞാൻ പിന്നെ മുസ്ലിയാർ പറഞ്ഞ പിന്തുണ കുറയുന്നുണ്ട് ബാക്കിലുള്ളവരെ. നിങ്ങൾക്ക് അല്ലെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ട് പ്രസംഗിച്ചേ പരിചയമുള്ളൂ, തെളിവ് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയമല്ല. പറമ്പൻ കളി കളിച്ചിട്ടുണ്ടല്ലോ ചില കൂക്കിയിട്ട് ഗ്രൗണ്ട് കയ്യേറിച്ചൊക്കെ ജയിക്കല്. ആ ജാതി പറമ്പൻ വർത്താനം പറഞ്ഞിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ജയിച്ച പാരമ്പര്യമുള്ളൂ. തെളിവുകൾ പറഞ്ഞ് ആളുകളെ മുമ്പിൽ ഇരുത്തിക്ക് പറഞ്ഞ പാരമ്പര്യം നിങ്ങൾക്കില്ല, നിങ്ങളെ മുൻഗാമികൾക്കില്ല, നിങ്ങൾക്കില്ല. പിന്നെ മുസന്നഫ് ബിൻ അബീ ശൈബയും ഇബ്നു കസീറും ഒക്കെ നമുക്ക് പറയാം, പക്ഷെ ചോദ്യത്തിനാണ് ഇപ്പൊ ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. പിന്നെ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് നമ്മൾ പറയുന്ന അള്ളാഹുവിലല്ല, വേറെ അള്ളാഹുവിലാണ്. ഞാൻ ചോദിച്ചു ആവുലായിന്ദല്ലാ എന്ന് പറഞ്ഞാൽ ഏത് അള്ളയാണ്? അത് നമ്മൾ പറയുന്ന അള്ളയാണോ, അതല്ല ഓൽക്ക് മാത്രമുള്ള പ്രത്യേക അള്ളയാണോ? ഇത് കണ്ടോ, ഇത് നിങ്ങൾ അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്ന് പറയുന്ന നിങ്ങളെ സംയുക്ത കാളിമാരിൽപ്പെട്ട ഒരു കാളിയാണ്. അയാളെ വിശുദ്ധ ഖുർആൻ പരിഭാഷിച്ച് റിസാലന്റെ പുറത്തു വന്നത് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു എന്നാണ് ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടുന്ന ഒന്നാമത്തെ പ്രത്യേകത. അതിൽ പറയുന്നു കേട്ടോളി, നബിയുടെ കാലത്തെ മക്കാ നിവാസികൾ പരലോകത്തെയും മുഹമ്മദ് നബിയുടെ പ്രവാചകത്തെയും നിഷേധിക്കുന്നതോടൊപ്പം, അതാണ് മിഖ്ഫൂർ റഹ്മാനെ, തന്നെ അള്ളാഹുവിനെ വിട്ട് തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ ഇലാഹുകളാക്കി ആരാധിക്കുകയും ചെയ്യുന്നു. ആ വസ്തുക്കൾ തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പക്കൽ കണ്ടോ, അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ പറയുമെന്നവർ ജൽപ്പിക്കുകയും ചെയ്യുന്നു. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ജൽപ്പനമാണിത്. അള്ളാഹുവിന്റെ അത്തരം ശുപാർശകരോ പങ്കുകാരോ ഇല്ല. കണ്ടോ, അതേത് അള്ളയാണ്? അത് മുശ്രിക്കുകളല്ലേ അതോ മുസ്ലിമീങ്ങളല്ലേ? അത് നിങ്ങളിവിടെ വ്യക്തമാക്കണം. അതുകൊണ്ട് എന്റെ 2 ചോദ്യവും ബാക്കിയായിരിക്കാണ്. സമദിയത്ത് കൽപ്പിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇതുവരെയും ഉദ്ധരിച്ചിട്ടില്ല. ഇതിനു സബ്ബീക്കും ബി റബ്ബിൽ ആലമീൻ എന്നതിന് ഫിൽ ഇബാദത്തി എന്നാണ് ജലാലൈനിയിൽ പോലും കൊടുത്തത്. ഇബാദത്ത് എടുത്തു എന്നേ ഉള്ളൂ. ഇബാദത്ത് പെങ്ങളും എടുക്കില്ല, അല്ലല്ലാത്തവർക്ക് അപങ്ങളും തസ്ബീഹത്താക്കുന്നുണ്ട്. ആ വിഷയത്തിൽ മാത്രം, അത് സമയം പര്യാപ്തമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് മുസ്ലിയാരുടെ വകയാണ്. കാസറ്റ് പരിശോധിക്കുന്നവർക്കറിയാം. ഇബാദത്ത് എടുത്തു, അതുകൊണ്ട് തസ്ബീഹത്താക്കി എന്ന് പറയാം. ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തു, അതുപോലെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഇബാദത്ത് എടുത്തു. അതാണ് അവർ ചെയ്തത്. അതാണ് അവിടെ പറഞ്ഞ തസ്ബീഹത്ത് ജലാലൈനിയിലുണ്ട്. അതാണ് TK പരിഭാഷ കൊടുത്തതും. അതുകൊണ്ട് എന്റെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. മൂപ്പര് 2 വിട്ടിട്ട് നേരെ 3ലേക്കാ. കാരണം മൂപ്പര് റെഡിമെയ്ഡ് മറുപടി അയിമയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ ഉണ്ടാത്തത്? ഞങ്ങളെ വിഷയാവതരണത്തിൽ പറഞ്ഞല്ലേ, ഇബാദത്തായ ദുആയുണ്ട്, ഇബാദത്ത് അല്ലാത്ത ദുആയുണ്ട് എന്നാ. പള്ളി കയറുമ്പോഴുള്ള ദുആ ഇതൊക്കെ ഇനി ആവർത്തിച്ച് പറയിപ്പിക്കുക. അതുപോലെ കക്കൂസ് പോകുമ്പോൾ അതൊക്കെ ഇബാദത്തായ ദുആയാണ്, അതൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ അള്ളാഹ്ക്കന്റെ പാടും ഞങ്ങൾക്ക് പറയും. ഇബാദത്ത് അല്ലാത്ത ചില ദുആയുണ്ട്, അതേതാ റസൂല് നടത്തിയത്? ഇബാദത്ത് അല്ലാത്ത ദുആ അള്ളാഹുവിന്റെ റസൂല് അല്ലല്ലാത്തവരെ വിളിച്ച് തേടിയതുണ്ടോ? നബിമാര് തേടിയിട്ടുണ്ടോ? അത് തെളിയിക്കണം. തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. കുറെ കാലമായി മുസ്ലിം സമുദായത്തെ നിങ്ങൾ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി കള്ളവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തെളിയിക്കണം. എന്റെ 3 ചോദ്യങ്ങൾക്കും എനിക്ക് മാന്യമായ മറുപടി കിട്ടേണ്ടതുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. അത് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ടുപോയി ഇടക്ക് മുമ്പ് തെളിയിക്കണം. ഞാൻ തെളിയിക്കണ സമയമല്ലപ്പോ, ഞാൻ ചോദ്യം ചോദിക്കണ സമയമാണ്. തെളിയിക്കേണ്ട സമയത്ത് ഞാൻ നേരെ ചൊവ്വ തെളിയിച്ചിട്ടുണ്ട്. അത് കാസറ്റ് കേട്ടവർക്കും അറിയാം, ഇവിടെ കൂടുന്നവർക്കും അറിയാം. കേട്ടോ, ഇതാണ് ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് ജയിക്കല അവരെ പരിപാടി. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് അതൊരിക്കലും തന്നെ അതൊന്നും മുഖാമുഖത്തിൽ വിജയിക്കുകയില്ല. അപ്പോ അങ്ങനെ ഒച്ചിട്ടോളൂ. നിങ്ങൾ ഒച്ചിട്ട് തടസ്സപ്പെടുത്തുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ കാര്യങ്ങൾ. പറയുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവുക. തെളിവുകൊണ്ട് കണ്ണിക്കട്ടെ. എന്തിനാ നിങ്ങൾ ബഹളം വെക്കണേ? നല്ല പ്രധാനപ്പെട്ട ആളല്ലേ നിങ്ങൾ കൊണ്ടുവന്നിരിക്കണേ. എന്നെന്തിനാ നിങ്ങൾ ഇത്ര ബഹളം ഉണ്ടാക്കി ജയിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യപ്പെട്ട ആളുകളല്ലേ ഇരിക്കണേ. SSF ആണെങ്കിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതുകൊണ്ട് തെളിയിക്കട്ടെ. അത് മാത്രമേ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാറുള്ളൂ. മൂപ്പർക്ക് വേണ്ടത്ര ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പൊ കിട്ടണില്ല. രാവിലത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പൊ ഉണ്ടല്ലോ. രാവിലത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് തരയണമേ എന്ന അഭ്യർത്ഥനയാണ് മൗലവി സാഹിബ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ 3 ചോദ്യത്തിനും ഇവിടെ വ്യക്തമായ ഉത്തരം നൽകി കഴിഞ്ഞു. നിങ്ങൾക്ക് പ്രമാണങ്ങൾ അറിയില്ല.
പ്രമാണങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. നേരത്തെ മറുപടി പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ മണിക്കൂറിൽ ആവർത്തിച്ച ചോദ്യം മൗലവി ഇപ്പോഴും ആവർത്തിക്കുകയാണ്. വിശുദ്ധ ഖുർആനിനോട് മൂപ്പർക്ക് എന്തോ ഒരു വെറുപ്പുള്ളത് പോലെ. ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ എന്ന ആയത്തോതിക്കൊണ്ട് കാര്യങ്ങൾ സമർത്ഥിച്ചത് കൊണ്ട് ഇനി ഇവിടെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യമായി ഇവിടെ ചോദിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ജീവിതകാലത്ത് സഹായം ചോദിച്ചിട്ടുണ്ടോന്നാ. അപ്പോ മരിച്ചതിന് ശേഷം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ സമ്മതിച്ചല്ലോ, അതിന് നന്ദി. മരിച്ചതിന് ശേഷം ചോദിച്ച് സമ്മതിച്ചു. മരിച്ചതിന് ശേഷം ചോദിക്കാമെങ്കിൽ പിന്നെ ജീവിതകാലത്ത് ചോദിക്കാൻ പറ്റുമെന്നതിന് തെളിവ് വേണോ മൗലവി സാഹിബേ? ഇനി വേണമെങ്കിൽ ഇതാ തെളിവിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത് മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി വന്നിട്ട് സഹായം ചോദിക്കുന്നു. അങ്ങനെ സ്വഹാബി വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇൻ ശിഅത ദഅഉതു ലക വ ഇൻ ശിഅത അഖർത ദാലിക ഫഹുവ ഖൈറുൻ ഫഖാല ഉദൂഹു ഫഅമറഹു അൻ യതവല്ലഅ ഫയുഹ്സിന വുദൂഅഹു ഫയുസല്ലി റകഅതൈനി വയദുഅ ബിഹാദൽ ദുആഇ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഉ ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലിയലി ഫതുഖ്ലാലി എന്നിങ്ങനെ വിവിധങ്ങളായ റിപ്പോർട്ടുകളിലുണ്ട്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. വേണമെങ്കിൽ ഞാൻ നിനക്ക് ദുആ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ദുആ എന്തായിരുന്നു? അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ദുആ. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണപ്പെട്ടതിന് ശേഷവും ജീവിതകാലത്ത് എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സഹായാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബത്ത് നടത്തിയെന്ന് മുസ്നദ് അഹ്മദിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ജീവിതകാലത്ത് മാത്രമല്ല മരണപ്പെട്ടതിന് ശേഷവും അങ്ങനെ ജീവിതകാലമെന്നോ മരണകാലമെന്നോ മരണശേഷമെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾ വിദൂരങ്ങളായ ദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയാൽ, അപകടത്തിൽപ്പെട്ടു പോയാൽ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ സഹായം ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂല് മാത്രം പഠിപ്പിച്ചിട്ടുള്ളതല്ല, വിശുദ്ധ ഖുർആൻ ഇത് കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത എന്നിങ്ങനെ തുടങ്ങുന്ന ആയത്തിൽ വമൻ യതവല്ലല്ലാഹു വറസൂലുഹു അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഔലിയാക്കളെയും നിങ്ങൾ സഹായികളാക്കിയാൽ അവിടെ ജീവിതമെന്നോ മരണമെന്നോ വ്യത്യാസമില്ല. മരിച്ചവരും ജീവിച്ചിരിപ്പുള്ളവരും ഉൾപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടതിന് ശേഷവും സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ള മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ജീവിച്ചിരിക്കുന്ന കാലമെന്നോ മരണത്തിന് ശേഷമെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് സഹായം ചോദിക്കാം. അങ്ങനെ സഹായം ചോദിക്കുന്നവരാണ് വാസ്തവത്തിൽ വിജയികൾ. അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചോദിക്കുന്നത് ശിർക്കാണെന്നും കുഫറാണെന്നും പറയുന്നവർ അള്ളാഹുവിന്റെ പാർട്ടി അല്ല, അള്ളാഹുവിന്റെ പാർട്ടി അല്ല അവർ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലുള്ള കാഫിറുകൾ അവരെ വിശ്വസിച്ച അള്ളാഹു, അത് നേരത്തെ ഞാൻ തഫ്സീറിൽ നിന്ന് വായിച്ചു, അത് അള്ളാഹ് എന്നവർ പേരിട്ട മറ്റെന്തോ വസ്തുവായിരുന്നു, അള്ളാഹു എന്നവർ പേരിട്ട മറ്റെന്തോ വസ്തുവായിരുന്നു. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹി എന്ന് പറഞ്ഞ അവിടുത്തെ അള്ളാഹുവിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് അൽ ഇലാഹുൽ അക്ബർ, അവരൊരു വലിയ ദൈവത്തെ കുറിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ ഇത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ദൈവിക സഭയിലാണ് അവർ വിശ്വസിച്ചത്. ആ ദൈവിക സഭ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ അവിടെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് തഫ്സീറുർ റാസി അതിന്റെ 26ാമത്തെ ജുസുൽ വാള്യത്തിൽ പറയുന്നു അൽ ഇലാഹുൽ അക്ബർ. അവിടെ അവർ വിശ്വസിച്ചിരുന്ന ദൈവിക സഭയുടെ അധ്യക്ഷനായ അല്ലാഹു ഇലാഹുൽ അക്ബറിനെയാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനൊന്നും